നല്ല ചൂട് ദോശയും നല്ല തേങ്ങാ ചട്നിയും അതേപോലെ തക്കാളി ചട്നിയായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം എന്താ ഞാൻ എഴുന്നേറ്റ് വന്ന് ഇനി കുറച്ച് പരിപാടിയുണ്ട്. കിച്ചണിൽ നമ്മൾ കുക്കിങ് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് മെസ്സി ആയിരിക്കും. ഓൾമോസ്റ്റ് കുറച്ച് പരിപാടി ഞാൻ തീർത്തു, എങ്കിലും ഇനി എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെ അമൃതയ്ക്ക് മേയ്ക്കുള്ള ദോശയാട്ടോ ഞാൻ ഈ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയുടെ രസം ഞാൻ ചൂടാക്കി വെച്ചു, അവിയലും എന്താ വെച്ച് കഴിഞ്ഞു. ഇനി അമ്മൂനുള്ള ഫുഡ് കൊണ്ട് കൊടുക്കണം. ഏകദേശം എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും എന്താ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അമൃത എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ക്ലൈമറ്റ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല. മഴ 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 മഴ. ഈ മഴയിന് എന്ന് തോരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലാവസ്ഥാ പ്രവചകർക്ക് പോലും അറിയത്തില്ല. അപ്പോൾ അമ്മൂനുള്ള ഫുഡ് ഇതാ കൊണ്ടുവച്ചു. അടുക്കളയൊക്കെ ഇതാ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ റെഡിയായി. ഇന്നാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ രുദ്രാക്ഷയുടെ കൈക്കുട്ടിക്കളി സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം. ഇവർ മൈലാഞ്ചി ഇട്ടപ്പോൾ ഞാനും ഒന്ന് ഇട്ടതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ മൊത്തം ഞാൻ ഉറങ്ങിയപ്പോൾ കുളമായിപ്പോയി. താമര കേട്ടോ നടുക്ക് വരച്ചു, പക്ഷേ താമരയൊക്കെ ഇപ്പോൾ ഏതോ ഒരു പൂ പോലായിപ്പോയി. അങ്ങനെ ലിവിൻ ചേട്ടനും വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കസ്റ്റമർ ഇന്ന് വരുമായിരുന്നല്ലോ, അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറിൻ്റെ ഔട്ട്ഫിറ്റ് ഇട്ട ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കാം. അങ്ങനെ ഇത് കാര്യങ്ങളെല്ലാം അടക്കി വെച്ചു. പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും റെഡിയാവാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിപ്പാണ്. അപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു, എല്ലാവരും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചു. ഇനി ലാസ്റ്റ് പ്രാക്ടീസ് ഒരു പ്രാവശ്യം കൂടെ കളിച്ചിട്ട് അവർ റെഡിയാകാൻ പോവാണ്. ആ സമയത്ത് ഞാനും തമ്പുരും കൂടെ കയ്യിൽ കെട്ടാനുള്ള റിബണൊക്കെ കറക്റ്റായിട്ട് മുറിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വളയിൽ കെട്ടി വെക്കുകയാണ്. അതും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എന്താ അവരെല്ലാവരും എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കറക്റ്റായിട്ട് റെഡിയായി കേട്ടോ. ഒരു ഇമ്മിണി ഇടയ്ക്കൊക്കെ ചൂടാവുമെങ്കിലും അവരെല്ലാം പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. പ്രോഗ്രാം ഓൾറെഡി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു. നല്ല പോലെ അവർ ഭയങ്കര എനർജി ഇട്ട് കളിച്ചതും കോസ്റ്റ്യൂം അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. അവിടുത്തെ സെക്രട്ടറി വിളിച്ചിട്ട് നമുക്ക് അടുത്തൊരു പ്രോഗ്രാമും കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പുനലൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രോഗ്രാമാണ് നമുക്ക് കിട്ടിയത്. ഈ സന്തോഷം അടിപൊളിയായതിൻ്റെ ആട്ടോ. ലാസ്റ്റ് റോഡിൽ കിടന്ന് കളിക്കുമ്പം അവർക്ക് മുന്നേ കളിച്ച ടീം ഇങ്ങോട്ട് വന്ന് അവർക്ക് കൈയൊക്കെ കൊടുത്ത് കളിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് അവിടെ കിടന്ന് ഡാൻസൊക്കെ കളിച്ച് അർമാദിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ നമുക്ക് അമ്പലത്തിൽ നിന്ന് ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു, നല്ല ചൂട് ദോശയും സാമ്പാറും. ഇതിനെല്ലാം മെയിനായിട്ട് താങ്ക്സ് പറയേണ്ടത് ആ വൈറ്റ് ഷർട്ട് ഇട്ട വാവച്ചൻ്റെ അടുത്തായിട്ട്. അവനാണ് നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാം പിടിച്ചു തന്നെ. ഇനി നമ്മുടെ രുദ്രാക്ഷ പൊളിക്കും.